ആരും എണീക്കരുത്, ആരും സീറ്റിൽ നിന്ന് എണീക്കരുത്. നിങ്ങൾ ഇരുന്ന സീറ്റിൽ തന്നെ ഒരു ഭജൻ രൂപത്തിൽ നമ്മളെ കേൾപ്പിച്ച ഇവർക്കുള്ള ഉപഹാര സമർപ്പണമാണ് അടുത്തതായി വേദിയിൽ. അതിന് 5 മിനിറ്റ് കൂടി നമ്മുടെ ഈ ശ്രീരുദ്ര ഭജൻസിന്റെ മൊത്തം ടീമിനും ക്ഷേത്ര കമ്മിറ്റിയുടെ ഒരു സ്നേഹ സമ്മാനം നൽകുന്നതിന് വേണ്ടി ക്ഷേത്രത്തിന്റെ കമ്മിറ്റി മെമ്പർമാരെ, മുഴുവൻ മെമ്പർമാരെയും വേദിയിലേക്ക് ക്ഷണിക്കുന്നു. അതുപോലെ തന്നെ ഇവിടെ ഇത്രയും മനോഹരമായി ഈ ഭജൻസ് അവതരിപ്പിച്ച അവരുടെ ഒരു അരങ്ങേറ്റമാണ് എന്ന് തോന്നാത്ത രീതിയിൽ, വളരെ നല്ല രീതിയിൽ ഇത് അവതരിപ്പിക്കുകയും ഈ ആദരവ് ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി ക്ഷണിക്കുന്നു. പ്രിയപ്പെട്ട ജയപ്രകാശ്, അദ്ദേഹത്തെ ആദരവ് ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി ക്ഷണിക്കുന്നു. നിറഞ്ഞൊരു കൈയടിയോടുകൂടി നമുക്ക് അദ്ദേഹത്തിന് ഈ ആദരവ് സമർപ്പിക്കാം. അടുത്തതായി ശ്രീജിത്ത് വേണ്ടി ക്ഷേത്രത്തിന്റെ പ്രസിഡന്റ് ശ്രീ രവിയെ ക്ഷണിക്കുന്നു. സത്യപാലൻ ടി കെ, നല്ലൊരു കയ്യടിയോടുകൂടി അദ്ദേഹത്തെ ആദരിക്കുന്നത് ക്ഷേത്ര കമ്മിറ്റി മെമ്പറാണ്. അടുത്തതായി രാജൻ വി, അദ്ദേഹത്തിന് ഉപഹാരം നൽകുന്നത് ശ്രീ ബിജോയാണ്. അടുത്തതായി രാകേഷ് എൻ വി, ക്ഷേത്ര കമ്മിറ്റി മെമ്പർ കൂടിയായിട്ടുള്ള മണികണ്ഠൻ എം, രമേശ്, നമ്മുടെ ക്ഷേത്ര കമ്മിറ്റി മെമ്പറായിട്ടുള്ള സുനിതേജിയാണ് രമേശിന് ഉപഹാരം നൽകുന്നത്. അടുത്തതായി രാഹുലിന് ഉപഹാരം നൽകുന്നത് ക്ഷേത്രത്തിന്റെ സെക്രട്ടറി ശ്രീ മണിയണ്ണാണ്. ഈ പ്രോഗ്രാമിനെ കുറിച്ച് 2 വാക്ക് ശ്രീരുദ്ര ഭജൻസിന്റെ ഭാഗത്തു നിന്നും കേൾക്കാം. നമസ്കാരം. അഭിപ്രായങ്ങൾ എന്താണെന്ന് ഞങ്ങൾക്കറിയില്ല. ഞങ്ങളുടെ കഴിവിൻ്റെ പരമാവധി ഞങ്ങൾ ശ്രമിച്ചിട്ടുണ്ട്. ഇത് ഞങ്ങളുടെ തുടക്കമാണ്. നിങ്ങളെല്ലാവരുടെയും അനുഗ്രഹം ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഇനിയും മുന്നോട്ട് പോകാൻ കഴിയും. ഞങ്ങൾ ഈ തീർത്ഥയാത്ര പോകുമ്പോൾ ബസ്സിൽ സാധാരണ കപ്പ് കൊട്ടി പാടാൻ വേണ്ടി പ്ലാൻ ചെയ്ത ഭജനയായിരുന്നു. അത് എന്തോ നിമിത്തം കൊണ്ട്, ഭഗവതി ഇഷ്ടം കൊണ്ടോ എന്തായിരിക്കാം, ഞങ്ങൾക്കത് ഈ രീതിയിൽ അവതരിപ്പിക്കാൻ കഴിഞ്ഞു. ഈ സമയത്ത് ഞങ്ങളുടെ കൂടെ നിന്ന് ഈ അരങ്ങേറ്റിനൊപ്പം പ്രവർത്തിച്ച ഞങ്ങളുടെ ഓർക്കസ്ട്ര ഷൈജേട്ടൻ, സുന്ദരേട്ടൻ, അതുപോലെ രമേശേട്ടൻ, അതുപോലെ ഷൺമുഖേട്ടൻ, എല്ലാവർക്കും ഞങ്ങൾ ഈ പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഞങ്ങൾ പേടിയുണ്ടായിരുന്നു. എങ്ങനെയായിരിക്കും ഇവർ വന്ന് ഞങ്ങൾക്ക് ഇവരൊപ്പം എത്താൻ പറ്റുമോ എന്നുള്ള ഭയങ്കര പേടിയാണ് ചെന്നത്. പക്ഷെ അവർ നമ്മൾ പാടിയപ്പോൾ തന്നെ അവർ ഞങ്ങളോട് നന്നായി പറഞ്ഞപ്പോൾ ഞങ്ങൾക്കൊരു ആത്മവിശ്വാസം തോന്നി. അതാണ് ഞങ്ങൾ കുറച്ച് മുന്നേ ഗംഭീര മഴ പെയ്തു. അതപ്പോൾ ആ സമയത്ത് ഞങ്ങൾ എല്ലാവരോടും ഭയങ്കര മൂഡ് ഓഫായി. എന്താ വെച്ചാൽ നമ്മുടെ ഒരു പരിപാടി വെച്ചിട്ട് നടത്താൻ പറ്റാത്ത അവസ്ഥ വരുമോ എന്ന ചിന്ത പോലെ ഞങ്ങൾക്ക് വന്നു. എന്തായാലും ഭഗവതിയുടെ കടാക്ഷം കൊണ്ട് നടന്നു. ഈ അവസരത്തിൽ ഇതിങ്ങനെ അവസരം വന്ന എല്ലാ ക്ഷേത്ര കമ്മിറ്റി ഭാരവാഹികളോടും, മണിയണ്ണൻ, രവിയേട്ടൻ, എല്ലാം നോക്കും. അതുപോലെ നമ്മുടെ ഈ സൗണ്ട് ഇത്രയും നല്ല രീതിയിൽ ഇന്ന് കാലത്ത് സാധാരണ ആൾ ഉച്ചയ്ക്ക് വരേണ്ട ആവശ്യമുള്ളൂ. ഞങ്ങൾ റിഹേഴ്സൽ കൊണ്ട് കാലത്തിന് എത്തി നമ്മൾ ഉമേഷിനോടും എല്ലാവിധ നന്ദിയും കടപ്പാട് അറിയിക്കുകയാണ്. ഇതുവരെ കേട്ടിരുന്ന എല്ലാ അമ്മമാർക്കും അച്ഛന്മാർക്കും എല്ലാവർക്കും ഞങ്ങളുടെ സാദര നമസ്കാരം. നമസ്കാരം. നമ്മളെ ഭജൻസ് നമ്മൾ പ്രതീക്ഷിച്ചതും അപ്പുറമാണ്. ഇവർ വളരെ ഭംഗിയായി അവതരിപ്പിച്ചു എന്നാണ് നമുക്ക് മനസ്സിലായത്. എല്ലാവരും നല്ലൊരു കയ്യടി കൊടുക്കാം. ഇത്രയും ഭംഗിയായി നമ്മളൊരു 2 മണിക്കൂർ 2 മണിക്കൂറോ നമ്മളെ പിടിച്ചിരുത്താൻ കഴിയും. എന്തായാലും ഇവർക്ക് ഇനിയും ഒരുപാടുണ്ട്. അപ്പോൾ നല്ല വേദികൾ ഇനി ഭഗവതിയുടെ കടാക്ഷം കൊണ്ട് ലഭിക്കുമാറാകട്ടെ എന്നുകൂടി ഈ അവസരത്തിൽ പ്രാർത്ഥിക്കുകയാണ്. ഇവരുടെ കൂടെ ഇവരുടെ ഈ നമ്മളെ സന്തോഷിച്ചു കുറച്ച് നേരം 2 മണിക്കൂറോളം നമ്മളെ വളരെയധികം സന്തോഷത്തിലേക്കിട്ട് ഇവർക്ക് എല്ലാവിധ അനുഗ്രഹവും ദൈവയുടെ ഭാഗത്തും ഉണ്ടാവട്ടെ നമ്മളെല്ലാവരും പ്രാർത്ഥിക്കുന്നു. ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ട് ഓക്കെ. ഭക്ഷണം കഴിക്കാൻ തിരക്ക് കൂടാതെ ചുറ്റുമുണ്ടോ ശ്രമിക്കാം. ഭക്ഷണം നൽകിയുള്ളൂ. അപ്പോൾ അത് കാരണം കൊണ്ട് എല്ലാവരും നടക്കിൽ ചെയ്യുക. ചുറ്റുവിളക്കിന് ശേഷം ഭക്ഷണം നൽകുന്നതാണ്. चिट्टू पलक होगा अभी, मतलब मंदिर का चारों तरफ दीप घुमाएगा। तो चलिए इससे सब बने रहिए, बहुत मजा आने वाला है। अब ये मनोज जी
चिट्टू वाला का मतलब है ये सब लोग जो है बैठे थे भजन सुनते, ये लोग अभी बहुत मजबूर हो गए। अब ये चाहेंगे पहले मंदिर के चारों तरफ धीरे घूमेंगे, उसके बाद जो खाना खाएंगे और खाना खाइए बिल्कुल जो बैठी के पास में भजन नाला है। तो और बाकी वीडियो को कंजूसी मत कीजिएगा, लाइक शेयर कमेंट जरूर कीजिएगा, और जो मलयालम पर देखता है वो भी करना। मुझे मलयालम बोले नहीं मालूम, लेकिन आपको करना है। ओके, പ്രവർത്തനത്തിൽ അടുക്കളയായിരുന്നു. ഒരുപാട് സഹായകം പറ്റിയ അംഗങ്ങൾ നമ്മുടെ ഭക്ഷണവുമായി ബന്ധപ്പെട്ട് ഒരു പ്രോഗ്രാമിൽ പങ്കെടുക്കാതെ അടുക്കളയിലുണ്ടാവും. മെമ്പർമാരെ ക്ഷണിക്കുന്നു. നിൽക്കുന്ന മാതൃകയിൽ മനോഹരമാകുന്നുവോ അതാണ് സംഗീതം എന്ന് തെളിയിച്ച രമേശ് ഏട്ടൻ നമ്മുടെ കലോത്സവേദികളിലെല്ലാം ഒരുപാട് ശിഷ്യസമ്പത്തിന്റെ ഉടമകളാണ് നമ്മുടെ പേരിൽ. അവർക്ക് നല്ലൊരു കയ്യിൽ കൊടുക്കൂ. टीम यहीं पर है और नया गाना गाने वाला शुरू हो गया। इसको वीडियो को लाइक शेयर जरूर करना। ओके, हमें मारे चेची मारा, हमें मारे ये पार्ट एक नहीं डरना, बजना एक नहीं डरना तो पहले हाँ ठीक है। ओके, क्या मालूम है हमको मलयालम बोलने को नहीं आता है, बहुत सारे मालूम नहीं है। तो जो भी आप केरला का जो भी सूट है इस वीडियो का ज़्यादा से ज़्यादा शेयर कीजिएगा अपना ग्रुप में, लाइक देखिए बहुत है। और यहाँ फोटोग्राफी भी चल। ओके ठीक है, हो गया। हाँ सो भी सर मेरा देखिएगा, ज़्यादा हम कुछ नहीं बोल रहे हैं, देखिए ये टीम है और इसको आप लोग सपोर्ट कीजिए जितना हो जाए ज़्यादा से ज़्यादा, वीडियो को लाइक शेयर कीजिए, इसको नया गायक बनाना। ओके, ऐसा ठीक है विजय नंदन अभी बात